അങ്ങനെ ഞാൻ 21 വയസ്സിൽ എനിക്ക് വെട്ടി കിട്ടി, ആളെ തെറ്റി വെട്ടി. ഇതിലൊരു 26 സ്റ്റിച്ച് ഉണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യണം? അത് ഞാൻ ക്രിസ്മസിന് രാത്രി പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ. അല്ല, പഠനമൊക്കെ കഴിഞ്ഞു, ജോലി? ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 9 അത് കഴിയുമ്പോൾ പണിക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് പഠിപ്പിനെ കുറിച്ച് വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാ പിള്ളേരും പഠിപ്പ് നിർത്തിയപ്പോൾ ഞാനും പഠിപ്പ് നിർത്തി. ഉടനെ പണിക്കിറങ്ങിയോ അതോ? ഞാൻ കഴിഞ്ഞിട്ട് ചെറിയ പണിക്ക് പോയി. പക്ഷെ എന്റെ കാശൊന്നും വീട്ടിൽ ആവശ്യമില്ല. അല്ല, ഈ പണിക്കാണോ ഇറങ്ങിയത്? ഇപ്പൊ അത് ഈ പണിക്ക് മാർക്കറ്റിലെ പണിക്ക് ഞാൻ 16 വയസ്സിൽ കയറി. അപ്പൊ അങ്ങനെ പണിക്ക് ഇറങ്ങിയ സമയത്താണ് മാർക്കറ്റിൽ പണിയുന്ന സമയത്താണ് ഈ വെട്ടി കിട്ടുന്നത്. എങ്ങനെയാണ് അതിന്റെ സംഭവം? അത് ക്രിസ്തുമസിന്റെ അന്ന് പള്ളിയിലൊക്കെ പോയി വരുന്ന സമയത്ത് ഞങ്ങളൊരു 5-10 പിള്ളേരുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വന്നപ്പോ ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ക്രിസ്തുമസിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവിടെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ തന്നെ ഒരുത്തന്റെ കഴുത്തിൽ വാള് വെച്ചു എന്ന് പറഞ്ഞിട്ട് ആരോ ഒന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഏറ്റിട്ട് അവനൊരു കാര്യം പറഞ്ഞ് പിടിപ്പിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങിയതാണ്. ലൈറ്റൊക്കെ എടുത്തി ഇറങ്ങിയത് തന്നെ ഓർമ്മയുള്ളൂ. പക്ഷെ അവന് അവിടെ നിന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. വാള അവിടെ നിന്നൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ എനിക്കാണ് കിട്ടണതെന്ന് മാത്രം. അപ്പൊ ഞാനിത് വെട്ടിയപ്പോ ഞാൻ പൈപ്പ് കൊണ്ട് വെട്ടിയെന്ന് അടി കിട്ടിയെന്ന് ചോദിച്ചാൽ വാളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരു പോസ്റ്റ് ഞങ്ങൾ പിടിച്ചിട്ട് ഞാൻ തൊട്ടേക്ക് അപ്പൊ ബ്ലഡ് ഒന്ന് വിളിക്കുക. അപ്പൊ അവിടെ നോക്കുമ്പോ ഒരാളില്ല, ഫുള്ള് ഇരുട്ടാ. ഈ വ്യക്തി അവരൊക്കെ അങ്ങനെ ഇറങ്ങി പോയില്ലോ. സംഭവം അറിഞ്ഞിട്ടില്ല, ഈ എന്നെ വെട്ടിയതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവനും കണ്ടിട്ടില്ല, ഇവനും കണ്ടിട്ടില്ല. ഇപ്പൊ തെറ്റി വെട്ടിന്ന് പറയാനായിട്ട് ഞാനും കണ്ടിട്ടില്ല, രണ്ടാളും അങ്ങോട്ടും കണ്ടിട്ടില്ല. അത് അങ്ങനത്തെ ഒരു വെട്ടണത്. ഇപ്പോഴും അറിയില്ല. അതൊക്കെ അറിയാം. അത് ഞാൻ പോസ്റ്റും അങ്ങനെ പിടിച്ച് നോക്കിയപ്പോൾ ബ്ലഡ് ചിറ്റ. അപ്പോൾ അപ്പോഴും എൻ്റെ വിചാരം പൈപ്പ് കൊണ്ട് അടിച്ചെന്ന് വിചാരിച്ച. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊന്നും ആരില്ല. അപ്പോൾ ഞാൻ എന്തായാലും മരിക്കുള്ളൂ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ അടുത്ത് കർത്താവ് പറഞ്ഞൊരു കാര്യം, എൻ്റെ മനസ്സിൽ തോന്നിച്ചൊരു കാര്യമാണ്, ഇനി മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകാം. അത് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം? വെട്ടിയവനോട് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ അവനോട് ക്ഷമിച്ചു. ആ സമയത്ത് ആ വെട്ടി കിട്ടി നിൽക്കുന്ന സമയത്ത് തന്നെ പൂർണ്ണമായിട്ട് ഞാൻ അവനോട് ക്ഷമിച്ചു. എനിക്ക് യാതൊരു വിഷമമില്ല കർത്താവ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ മരിക്കുന്ന എനിക്ക് ഉറപ്പാണ്. എന്താ മരിക്കാൻ ഉറപ്പ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ AB പോസിറ്റീവിൻ്റെ ബ്ലഡ് രണ്ടാമത് ഇവിടെ തന്നെ കൊണ്ടുപോകാൻ ആരും ഉണ്ടാവില്ല. മൂന്നാമത് ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടർമാരുണ്ടാവില്ല. അപ്പോൾ ഇത് മൂന്നും മറികടന്നിട്ട് വേണം സംഭവം നടക്കണേ. ഞാൻ ക്ഷമിച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വന്ന് കൈപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്ന് പറഞ്ഞു. ക്ഷമിച്ച സെക്കൻഡുകൾ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. അത് കൈപ്പിടിച്ച് ഞങ്ങൾ ഒരു 1/2 കിലോമീറ്റർ നടന്നു. 1/2 കിലോമീറ്റർ നടന്നപ്പോൾ ബ്ലഡ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരന്മാർ ഈ വെട്ടിയാലത്തെ ആൾക്കാർ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവരറിഞ്ഞിട്ടില്ല സംഭവം. ആ ടീം ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവരും കൂടെ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് വന്നു. വരുന്ന സമയത്ത് അവർ പറഞ്ഞു, എന്നെ പോലീസുകാർ ഞങ്ങളും കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീണാന്ന് പറയാം, വെട്ടിയാന്ന് പറയണില്ല. എന്നുവെച്ചാൽ ഞാൻ ക്ഷമിച്ചു. എനിക്ക് അവനോട് കേസോ കാര്യങ്ങളൊന്നും എൻ്റെ ആവശ്യമില്ല. ഞാൻ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി. അപ്പോൾ അവർ 1 കിലോമീറ്റർ ഞാൻ നടന്നിട്ട് പോകണേ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് എടുക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരേൽ തന്നെ ഒരാൾ വന്ന് വണ്ടി കൊണ്ടുവന്നിട്ട് ഇതെങ്ങനെയോ അറിഞ്ഞതെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. എന്നെ മെഡിക്കൽ കോളേജ്, തൃശ്ശൂരാണെന്ന് മെഡിക്കൽ കോളേജ്, അവിടെ കൊണ്ടുപോകണം. അവിടെ ചെല്ലുമ്പോൾ 2 ഡോക്ടർമാർ അവിടെ ഉണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ ബെഡിൽ ഇങ്ങനെ കിടന്നിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ചോദിച്ചാൽ എന്ത് സംഭവിച്ചാൽ ഞാൻ കരിങ്കല്ലുമ്മയ്ക്ക് വീണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് വീണമെന്നല്ല, വാള കൊണ്ട് വെട്ടിയിട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. ഞാൻ കേസാക്കാത്തതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു. വീട്ടുകാരൊക്കെ നാട്ടുകാരൊക്കെ വിചാരിച്ചു, കൂട്ടുകാരന്മാരൊക്കെ അവിടെ വന്നു. അവരൊക്കെ വിചാരിച്ചു ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ അതൊക്കെ കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റി, കാഷ്വാലിറ്റി മാറ്റി. പിറ്റേ ദിവസം നേരവും വെളുത്തപ്പോൾ 25-ാം തീയതി കാലത്ത് എന്നെ ആദ്യമായിട്ട് കാണാൻ വന്നത് വെട്ടിയവനാ. അവൻ വന്ന് എൻ്റെ കാല് പിടിച്ച് കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കിടന്നിട്ടുള്ള തീരുമാനിച്ചാണ് ഞാനിനി ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു തീരുമാനം ഞാൻ ആ കട്ടിലിൽ കിടന്നിട്ടാണ് എടുക്കുന്നത്.